നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. നിലമ്പൂരിലേക്കാണ് ആദ്യം. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യ വിമർശനമുന്നയിച്ച് PV അൻവറിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിൽ ഭിന്നത. അൻവറിനോട് വിട്ടുവീഴ്ചയില്ലെന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിരുദ്ധ നിലപാടുമായി K സുധാകരൻ രംഗത്തെത്തിയതോടെയാണ് ഭിന്നത മറനീക്കിയത്. PV അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്താഗതി കോൺഗ്രസിൽ ആർക്കുമില്ലെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണവും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് പൂർണ്ണമായി യോജിക്കുന്നതല്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ PV അൻവർ നടത്തിയ പ്രതികരണം കോൺഗ്രസിന് ക്ഷതമേൽപ്പിച്ചു എന്ന വികാരത്തിലാണ് സംസ്ഥാന നേതൃത്വം. ഇതാണ് പ്രസ്താവന തിരുത്താതെ PV അൻവറുമായി ചർച്ചയ്ക്കില്ലെന്ന കർശന സമീപനം സ്വീകരിക്കാൻ കാരണമായത്. UDF-മായി സഹകരിക്കണോ വേണ്ടയോ എന്നതിൽ PV അൻവറിന് തീരുമാനമെടുക്കാമെന്ന സമീപനത്തിലാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും. എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി ഒറ്റ പേരിൽ ഞങ്ങളെത്തി. അത് AICC പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ UDF-ന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. സംസ്ഥാനത്തെ എല്ലാ പ്രധാന നേതാക്കളുമായും കൂടിയാലോചന നടത്തിയ ശേഷമാണ് PV അൻവറിനോട് വിട്ടുവീഴ്ച വേണ്ടെന്ന സമീപനത്തിലേക്ക് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും എത്തിയത്. എന്നാൽ പൊതുസമീപനത്തിന് ഒപ്പമല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു K സുധാകരന്റെ പ്രതികരണം. ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. അൻവറിന്റെ രാജിയെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായതെന്ന് ഓർമ്മിപ്പിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സംസ്ഥാന നേതൃത്വത്തിന് ഭിന്നമായി അയഞ്ഞ സമീപനത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യത്തെ ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കുമില്ല, അങ്ങനെയൊന്നും ആർക്കും ഇല്ല, UDF-ൽ ആർക്കുമില്ല. K സുധാകരന്റെ പ്രതികരണത്തോടെ PV അൻവറിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമുണ്ടെന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോഴുണ്ടായ വിവാദം മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസിൽ വളരുന്നുണ്ട്. ടീം 24 നിലമ്പൂർ. PV അൻവർ കോൺഗ്രസ് പ്രശ്നപരിഹാരത്തിന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെടുന്നു. KC വേണുഗോപാലുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തും. അതേസമയം K സുധാകരന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് മാധ്യമങ്ങളോട് രോഷാകുലനായി VD സതീശൻ പ്രതികരിച്ചു. പ്രസ്താവനകൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല. ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു. K സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, VD സതീശനെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് എന്തിനാണ്? അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. എന്നിട്ട് 2-3 ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയും. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനാവശ്യമായ ചർച്ചകളും പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്നതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. സെന്റൻസുകൾ എടുത്ത് പറഞ്ഞാൽ, ഞാനിപ്പോൾ അതിന് സമയമില്ല, മീറ്റിംഗിന് വന്നതാണ്. ആ സെന്റൻസ് എടുത്ത് വിശദീകരിച്ചാൽ എല്ലാം ഈക്വൽ ആണ്. എല്ലാ സെന്റൻസുകളും തുല്യമാണ്. നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷൻ പല രൂപത്തിലാക്കാം. ദാറ്റ് ഈസ് ഓൾ. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടാണ്. UDF-ന്റെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും നടപടികളുമായിട്ട് ഞങ്ങൾ വളരെ യോജിച്ച് മുന്നോട്ട് നീങ്ങുന്നു. വിപിൻ C വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇന്ന് രാവിലെ PV അൻവർ പറഞ്ഞത് തനിക്ക് ഇനി പ്രതീക്ഷയുള്ളത് KC വേണുഗോപാലിലാണ് എന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും ആ തരത്തിലേക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു രീതിയിലാണ് താനും. ഇതിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC അധ്യക്ഷനും ഒരു അനുനയത്തിനും സാധ്യതയില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ അവസാന പ്രതീക്ഷ എന്ന നിലയ്ക്ക് KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച, അതിലാണ് PV അൻവറിന് പ്രതീക്ഷ. അതെപ്പോഴുണ്ടാകും? അനുജ, PV അൻവറിന്റെ UDF മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച അത് UDF-ന്റെ ഭിന്നതയിലേക്ക് വളർന്നതോടെ
മറ്റ് സമവായ ചർച്ചകൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനിയെല്ലാം തന്നെ KC വേണുഗോപാൽ തീരുമാനിക്കട്ടെ, ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുക്കട്ടെ, അങ്ങനെ അത് ദേശീയ തലത്തിലേക്ക് വിടുകയാണ് കേരളത്തിലെ നേതാക്കൾ. കാരണം VD സതീശൻ പറയുന്നതല്ല കെ സുധാകരൻ പറയുന്നത്. അങ്ങനെ നേതാക്കളൊക്കെ തന്നെ തമ്മിൽ രണ്ട് തട്ടിലാകുന്നു. അതൊക്കെ ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പറയുന്നതൊക്കെ തന്നെ പലതായി പോകുന്നു എന്നുള്ളൊരു വികാരമാണ് ഇപ്പോൾ പൊതുവെ UDF-ലുള്ളത്. അപ്പോൾ KC വേണുഗോപാൽ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് PV അൻവർ വാർത്താ സമ്മേളനം വിളിക്കുകയും പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറയുകയും ഒപ്പം KC വേണുഗോപാലിനാണ് ഇനി പ്രതീക്ഷ എന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ ഇന്ന് രാത്രി കോഴിക്കോട് KC വേണുഗോപാൽ ഉണ്ട്. അവിടെ വെച്ചൊരു കൂടിക്കാഴ്ചയ്ക്കുള്ളൊരു സാധ്യതയാണ്. പക്ഷേ അതിന് സമയം നൽകിയിട്ടില്ല. അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒതായിലെ വീട്ടിൽ നിന്ന് PV അൻവർ തിരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോഴിക്കോട് വെച്ച് തന്നെ ആ കൂടിക്കാഴ്ച നടക്കുമെന്ന് കരുതുന്നു. ഇന്ന് രാത്രി KC വേണുഗോപാൽ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു സമവായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മാത്രമായിരിക്കും ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് അതാണ് ഇന്ന് രാത്രി നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച. PV അൻവറിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന പ്രതീക്ഷയാണ് KC വേണുഗോപാൽ. ഇന്ന് രാത്രി തന്നെ കോഴിക്കോട്ട് വെച്ച് കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന വിവരമാണ് വിപിൻ സി വിജയൻ നൽകിയത്. UDF പ്രവേശം വൈകുന്നതിൽ കടുത്ത അമർഷവും അതൃപ്തിയും പരസ്യമാക്കിയാണ് PV അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. വസ്ത്രാക്ഷേപം നടത്തി തന്നെ തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുത്തുവെന്ന് VD സതീശനെ ഉന്നം വെച്ച് PV അൻവർ തുറന്നടിച്ചു. KC വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. ഒരേ സമയം അപേക്ഷയുടെയും കാർക്കശ്യത്തിന്റെയും ഭാഷ, അതായിരുന്നു ഇന്നത്തെ PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. UDF-ന്റെ ഭാഗമാകാൻ സഹകരിക്കുന്നതിന്റെ പരമാവധി ചെയ്തുവെന്ന് എണ്ണി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ UDF-മായി സഹകരിക്കണമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ എന്ന വാക്കുകൾക്ക് മയമില്ലാത്ത മറുപടിയും. മെയ് 15-ന് VD സതീശനുമായി എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞതാണ്. 2 ദിവസത്തിനകം മുന്നണി പ്രവേശനം ഉറപ്പു തന്നു. പിന്നീട് ഒരു വിവരവുമില്ല. കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് അൻവർ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ഒരു അധികാരം വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. കത്രികപ്പൂട്ടാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വസ്ത്രാക്ഷേപം നടത്തി ചെളിവാരി എറിയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ചെയ്തത്. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയും. നമ്മളെ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പോൾ ഇവിടുന്ന് ഒരു ഇതാണ് കത്രികപ്പൂട്ട്. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവർ ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നവനാണ് ഞാൻ. മുന്നണി പ്രവേശനത്തിന് എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടായിരുന്നു അമ്പുകൾ മുഴുവൻ. തന്റെ UDF പ്രവേശനം വൈകിപ്പിക്കുന്നത് VD സതീശനെന്ന് പറയാതെ പറയുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയ കടുപ്പിച്ച വാക്കുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൽ എത്തി നിൽക്കുന്നു. വിപിൻ സി വിജയൻ, 24 നിലമ്പൂർ. PV അൻവർ നടത്തിയ പരാമർശങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് എതിർപ്പ്. UDF അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും അൻവർ അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. PV അൻവറിന് വേണ്ടിയുള്ള നേതൃത്വത്തിന്റെ ഇടപെടലിൽ ലീഗിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. PV അൻവറിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനകത്ത് ഭിന്നാഭിപ്രായമുയർന്ന വേളയിലും അൻവറിനെ മുസ്ലിം ലീഗ് തള്ളിപ്പറഞ്ഞിരുന്നില്ല. മുന്നണി പ്രവേശന ചർച്ചകളിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ലീഗ് നേതാക്കൾ സ്വീകരിച്ചത്. എന്നാൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ നടത്തിയ പരാമർശങ്ങളിൽ ലീഗ് നേതൃത്വവും അസ്വസ്ഥമാണ്. ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് UDF-ലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതൃപ്തി ലീഗ് നേതൃത്വം ഇന്നലെ PV അൻവറിനെ അറിയിച്ചു. അതേസമയം വിഷയത്തിൽ ശുഭകരമായ പര്യവസാനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഒരു കൂട്ടായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇലക്ഷൻ ആവുമ്പോൾ എല്ലാവരും പരസ്പരം തെരഞ്ഞെടുപ്പ് വിജയം എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളും ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ ഒരു പര്യവസാനം എന്താണ് എന്ന് നോക്കിയാൽ മതി. പ്രവചനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. പ്രായോഗികമായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതേസമയം അൻവർ കോൺഗ്രസ് പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ റോൾ എന്ത് എന്ന ചോദ്യം ഒരു വിഭാഗം പ്രവർത്തകരിൽ നിന്ന് ഉയരുന്നുണ്ട്. ലീഗ് മധ്യസ്ഥ റോൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് വികാരം. PV അൻവറിന് വേണ്ടി ലീഗ് സംസാരിക്കുന്നതിൽ നിലമ്പൂരിലെ പ്രാദേശിക ലീഗ് പ്രവർത്തകർക്കിടയിലും എതിരഭിപ്രായമാണ്. റാഫി കരീം, 24 നിലമ്പൂർ.
നിലമ്പൂർ സീറ്റ് LDF നിലനിർത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിൽ PV അൻവർ വിഷയം ഉന്നയിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവർ കോൺഗ്രസിന് മാത്രമല്ല അയാൾക്ക് തന്നെ ഒരു പ്രശ്നമായി മാറിയെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി 24നോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള LDF സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 9 വർഷമായി ഇടതുമുന്നണിക്കൊപ്പമുള്ള നിലമ്പൂർ മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമെന്നാണ് CPIM നേതൃത്വം നൽകുന്ന സൂചന. ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തിന് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ടേം പൂർത്തിയാക്കി 3ാം ടേമിലേക്ക് ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന്റെ നിലപാട് UDFിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അൻവർ വിഷയം പ്രചരണത്തിൽ ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് CPIMന്റെ തീരുമാനം. PV അൻവറിന്റെ പ്രതികരണങ്ങളെ പാർട്ടി നേതൃത്വം പരിഹസിച്ചു തള്ളുകയാണ്. മാന്യ സുഹൃത്ത് ശ്രീ അൻവർ, അപ്പോൾ എങ്ങനെയാണ് ശ്രീ അൻവറും UDFും സഹകരിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം ബന്ധപ്പെടുന്ന പാർട്ടികൾക്കെല്ലാം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീ അൻവർ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവരെയാണ് CPIM സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ പേരുകൾ കടന്നുവരാനും സാധ്യതയുണ്ട്. ടീം നിലമ്പൂർ 24. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തേടി BJP നേതൃത്വം. മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായി BJP നേതാവ് MT രമേശ് കൂടിക്കാഴ്ച നടത്തി. അഭ്യൂഹങ്ങൾക്കിടെ ബീന ജോസഫിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുനയിപ്പിച്ചു. നിലമ്പൂരിൽ മത്സരിക്കണമോ എന്നതിൽ BJP തീരുമാനമെടുത്തിട്ടില്ല. മണ്ഡലത്തിൽ BDJS മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനിടയിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള BJPയിലെ ആലോചന. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായി MT രമേശ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. ഞാൻ വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഫഷണലായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടും ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരു സംസാരമാണ് വന്നത്. നമ്മൾ പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് പൊതുവായിട്ട് രാഷ്ട്രീയത്തിലുള്ള വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളോട് രാഷ്ട്രീയം സംസാരിക്കുമല്ലോ. ചർച്ച നടത്തിയെന്ന് 24നോട് MT രമേശും സ്ഥിരീകരിച്ചു. സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു ഇന്നത്തെ നിലക്കൊരു എന്തെങ്കിലും രാഷ്ട്രീയ റിലവൻസ് ഉള്ള ഒരു കൂടിക്കാഴ്ചയായിട്ട് ഞാനതിനെ കാണുന്നില്ല. അതൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനം മാത്രമായിരുന്നു. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുള്ള ബീന ജോസഫിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിൽ കണ്ട് അനുനയിപ്പിച്ചു. പ്രവർത്തനത്തിൽ സജീവമാകുമെന്ന് ബീന ജോസഫിന്റെ പ്രതികരണം. നമുക്ക് ജയിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. അതും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. തീർച്ചയായും നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ നേതൃത്വത്തോട് മുമ്പ് ബീന ജോസഫ് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. 24 നിലമ്പൂർ. നിലമ്പൂരിൽ മത്സരിച്ചാൽ BDJS ജയിക്കാൻ സാധ്യതയില്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. മത്സരിക്കണോ എന്നതിൽ പാർട്ടിയിൽ 2 അഭിപ്രായം ഉയർന്നു. ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം അന്തിമ തീരുമാനമുണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. 2 തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത്. ഒരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്നും മറ്റൊരു വിഭാഗം മത്സരിക്കേണ്ട കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇലക്ഷൻ വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് 1.5 മാസക്കാലത്തോളം അതിൻ്റെ വർക്കിന് പോയ സമയം പോകുന്നുള്ളതുകൊണ്ട് BDJS സീറ്റ് എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് BDJSന്റെ ഒരു ഭാഗം ആൾ പറഞ്ഞത്. മറ്റൊരു വിഭാഗം ആൾ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ NDA മീറ്റിംഗ് നടക്കണം. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ NDA മീറ്റിംഗ് ഉണ്ടാവും. അതിന് ശേഷമാണ് ഒരു ധാരണ ഉണ്ടാകുക. അതിന് ശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി, എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. നിലമ്പൂരിൽ SDPI മത്സര രംഗത്ത് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടിയാണ് സ്ഥാനാർത്ഥി. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അളക്കാനും ജനങ്ങളോട് കാര്യങ്ങൾ പറയാനും കൂടിയാണ് മത്സരിക്കുന്നതെന്ന് നേതൃത്വം പ്രതികരിച്ചു. PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്യുന്നതിന് പ്രതിപക്ഷ കക്ഷികൾക്ക് സാധ്യമായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വിലയിരുത്താൻ കിട്ടുന്ന ഒരു നല്ല അവസരം എന്ന നിലക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് ശരിക്കും സംവദിക്കാൻ പറ്റുന്ന നല്ല ഒരു സാഹചര്യം എന്ന നിലക്ക് SDPI നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് SDPI മുന്നിൽ കാണുന്നത്. വീണ്ടും വാർത്താസന്ധ്യയിലേക്ക്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ മന്ത്രിസഭായോഗ തീരുമാനം. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനംവകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സർക്കാർ തീരുമാനമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് കേരള മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുള്ളത്.
കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിക്ഷിപ്തമാക്കിയതുപോലെ അക്രമകാരികളായ മറ്റ് വന്യജീവികളെയും വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് വേണമെന്നതാണ് തീരുമാനത്തിന്റെ കാതൽ. ഈ കാര്യം മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, വളരെ നിർണായകമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിശദാംശങ്ങൾ. നമുക്കറിയാം, സംസ്ഥാനത്ത് അടുത്തിടയ്ക്ക്, അതായത് സംസ്ഥാനത്തിന്റെ മലയോര മേഖലയിൽ വലിയ ആശങ്കയായി മാറിയ ഒരു ജനകീയ പ്രശ്നമാണ് സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം. ഇത് നേരിടാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല, അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോഴത്തെ സാഹചര്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ക്യാമ്പയിൻ അത് വന്യജീവി ആക്രമണം തടയുന്നതിൽ, അത് ലഘൂകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള പിഴവ്, അനാസ്ഥയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗമെടുത്ത ഈ തീരുമാനത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തി കൂടിയുണ്ട്. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നേതൃത്വത്തിലുള്ള പ്രോട്ടോകോൾ പ്രകാരം ഇപ്പോൾ ചില നീക്കങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനാണ് ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനംവകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വനംവകുപ്പ് ഏകോപിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റിൽ നിർദ്ദേശമായി ഉയർന്നിട്ടുണ്ട്. ഇനി ഇത് ഏത് രീതിയിൽ, പ്രത്യേകിച്ച് നിയമത്തിൽ ഇളവ് കൊണ്ടുവരണം, കേന്ദ്ര സർക്കാരിന്റെ മുൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം, അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനത്തെ സാഹചര്യവും ഏത് രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻപിൽ അവതരിപ്പിക്കുമെന്നുള്ളത് ശ്രദ്ധേയം. അനുജ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മുഴുവൻ വന്യജീവികളെയും കൊല്ലുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് അനുമതി തേടാനാണ് ഇപ്പോൾ മന്ത്രിസഭായോഗ തീരുമാനമായിട്ടുള്ളത്. അതിന്റെ തുടർ നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു നീക്കം എന്നുള്ളതാണ് ഏറെ പ്രധാനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ മരം വീണ് സ്ത്രീ മരിച്ചു. കണ്ണൂരിലും കോഴിക്കോട്ടും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു. ഇടുക്കി ചക്കുപള്ളത്ത് കനത്ത മഴയിൽ മരം ഒടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. തമിഴ്നാട് സ്വദേശി 55-കാരിയായ എലിസബത്താണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് മരം ഒടിഞ്ഞു വീണത്. ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. ഇടുക്കി പൂപ്പാർ സ്വദേശി ഗോമതിയുടെ വീടാണ് തകർന്നത്. കോഴിക്കോട് ശക്തമായ മഴയിൽ സ്കൂളിന്റെ കിണർ ഇടിഞ്ഞു താണു. മീഞ്ചന്ത NSS UP സ്കൂളിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കുറ്റിയാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിൽ മരം വീണു. കണ്ണൂർ ചെറുപുഴ പാടിയോട്ടുചാലിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുതിയ വീട്ടിൽ രാജേഷിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പാലക്കാട് മനശ്ശേരിയിൽ വീടിന്റെ ചുമറിടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു. പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളായ ഇല്ലിക്കലിലും തിരുവാർപ്പിലും വെള്ളം കയറി. അട്ടപ്പാടിയിൽ ശക്തമായ മഴയിൽ മരം റോഡിലേക്ക് വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നതോടെ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. നാളെ പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. മത്സ്യബന്ധനത്തിന് ജൂൺ 1 വരെ വിലക്കേർപ്പെടുത്തി. തീരദേശ മേഖലകളിൽ കടലാക്രമണ ജാഗ്രതാ മുന്നറിയിപ്പുമുണ്ട്. മാസപ്പടി കേസിൽ SFIOയ്ക്ക് ഡൽഹി ഹൈക്കോടതിയുടെ വിമർശനം. കേസിൽ SFIO നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് കുറ്റപ്പെടുത്തി. അന്വേഷണം തുടരുമെങ്കിലും അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ലെന്ന് SFIO ഉറപ്പ് നൽകിയിരുന്നുവെന്ന് കോടതി പറഞ്ഞു. CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി മുൻപ് പരിഗണിച്ച ഘട്ടത്തിൽ അന്വേഷണം തുടരുമെങ്കിലും അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ലെന്നായിരുന്നു SFIO നൽകിയിരുന്ന ഉറപ്പ്. ആ ഉറപ്പ് SFIO പാലിച്ചില്ലെന്നാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ വിമർശനം. ഉറപ്പുകൾ രേഖാമൂലമായിരിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അഭിഭാഷകർ നൽകുന്ന ഉറപ്പുകൾ കോടതികൾ മുഖവിലക്കെടുക്കാറുണ്ടെന്നും ഡൽഹി ഹൈക്കോടതി. എന്തുകൊണ്ടാണ് SFIO ഉറപ്പ് പാലിക്കാത്തതെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് കേന്ദ്രത്തോട് ചോദിച്ചു.
കോടതി നടപടികൾ രേഖപ്പെടുത്തി കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് തിരിച്ചയച്ചു. ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കും. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിമർശനം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡൽഹി ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഹർജിയിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ കേസിലെ അന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ ഫയൽ ചെയ്യില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് SFIOയുടെ അഭിഭാഷകർ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിന് നൽകിയിരുന്നു എന്നായിരുന്നു CMRLന്റെ വാദം. ഇത് അംഗീകരിച്ചാണ് കോടതി SFIOക്കെതിരെ ചോദ്യം ഉന്നയിച്ചത്. R. അച്യുതൻ, 24, ഡൽഹി. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധിക തസ്തികകൾ അനുവദിച്ചു. 552 സർക്കാർ സ്കൂളുകളിൽ 915 അധിക തസ്തികകളും 658 എയ്ഡഡ് സ്കൂളുകളിൽ 1304 അധിക തസ്തിക സൃഷ്ടിക്കാനും തീരുമാനം. വൈദ്യുതി ബില്ലിൽ ആശ്വാസം. ഇന്ധന സർചാർജ് കുറച്ചു. 1000 വാട്ട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗമുള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെ സർചാർജിൽ നിന്ന് ഒഴിവാക്കി. ദേശീയപാത തകർന്ന കൂരിയാട് സന്ദർശിച്ച് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി സംഘം. നാളെ നടക്കുന്ന PAC യോഗം വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്ന് KC വേണുഗോപാൽ MP. രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ BJP നീക്കം. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് 10 MLAമാർ ഗവർണറെ കണ്ടു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിഴക്കൻ രാജ്യങ്ങളിലേക്ക് NATO വിപുലീകരിക്കുന്നത് നിർത്തിവെക്കണമെന്നും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും പുടിൻ. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതയല്ല സർ ഗോകുൽ രവിക്കൊപ്പം. നമസ്കാരം.